യുഎസും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകളും മധ്യസ്ഥ ശ്രമങ്ങളും പൂർണ്ണമായും സ്തംഭിച്ച പശ്ചാത്തലത്തിൽ ഇറാനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിൽ താൽക്കാലികമായി നിലനിൽക്കുന്ന വെടിനിർത്തൽ പൂർണ്ണമായും തകരുന്നതായും ഇറാനെതിരെ മറ്റൊരു ശക്തമായ സൈനിക നീക്കത്തിനും അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഒരുങ്ങുന്നു എന്നാണ് സൂചനകൾ. മധ്യപൂർവേഷ്യൻ മേഖലയിലെ മാസങ്ങൾ നീണ്ട സംഘർഷങ്ങൾക്കൊടുവിൽ സമാധാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന ഘട്ടത്തിലാണ് ട്രംപ് ഇപ്പോൾ പുതിയ ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. എത്രയും വേഗം ഇറാൻ ചർച്ചകളോട് സഹകരിക്കണമെന്നും അതല്ലെങ്കിൽ അതിശക്തമായ തിരിച്ചടിയായിരിക്കും അവർക്ക് നേരിടേണ്ടി വരിക എന്നുമാണ് ട്രംപ് പറയുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപ് ഏകദേശം അരമണിക്കൂറോളം നടത്തിയ അതീവ രഹസ്യമായ ടെലിഫോൺ സംഭാഷണത്തിൽ സൈനിക നടപടിയെപ്പറ്റിയുള്ള ചർച്ചകൾ മുന്നോട്ട് വെച്ചുവെന്നാണ് വിവരം. മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘകാല സമാധാന കരാറുകളോ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ശാശ്വത പരിഹാരങ്ങളോ ഉണ്ടാകാത്ത ഘട്ടത്തിലാണ് വീണ്ടും ഒരു സൈനിക ആക്രമണത്തിന് ട്രംപ് ഒരുങ്ങുന്നത്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇറാന് കടുത്ത ഭാഷയിൽ താക്കീത് കൊടുത്തത്. ഇറാന്റെ കാര്യത്തിൽ സമയം അതിക്രമിച്ചിരിക്കുന്നു. അവർ എത്രയും വേഗം അനുകൂല നടപടി സ്വീകരിച്ചിരിക്കണം. അതല്ലെങ്കിൽ അവരിൽ നിന്നും ഒന്നും തന്നെ ബാക്കി ഉണ്ടാകില്ല എന്നും സമയം ഏറ്റവും വിലപ്പെട്ടതാണെന്നുള്ള മുന്നറിയിപ്പും ട്രംപ് തന്റെ പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ യുഎസും ഇസ്രയേലും ഇറാനുമേൽ നടത്തിയ സംയുക്ത ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചതായി ട്രംപ് ഭരണകൂടം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഓപ്പറേഷൻ സ്ലെഡ്ജ് ഹാമർ എന്ന പുതിയ കോഡ് നാമത്തിൽ ഇറാനെതിരെ അതിശക്തമായ വ്യോമാക്രമണങ്ങൾക്ക് പെന്റഗൺ പദ്ധതിയിടുന്നതായിട്ടാണ് പുറത്തുവരുന്ന രഹസ്യ വിവരങ്ങൾ. അമേരിക്ക വീണ്ടും ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന നിലപാടിലാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ആഴ്ചകൾക്ക് മുൻപുണ്ടാക്കിയ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോരും മുറുകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.